ഞാൻ ചൂട്ട് എന്ന നോവലിറ്റ് എഴുതുന്നത് 80കളുടെ മധ്യത്തിലാണ്. കോളേജ് വിദ്യാഭ്യാസത്തിന്റെ അവസാന ഘട്ടത്തിൽ കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ചൂട്ട് എന്ന നോവലിറ്റ് എഴുതാൻ തുടങ്ങിയതും അത് ഒരു തരത്തിൽ അവസാനിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 12 ലക്കങ്ങളിലായിട്ട് കലാകൗമുദി പ്രസിദ്ധീകരണമായ ട്രയല് അന്ന് MP നാരായണപിള്ള ബോംബെയിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രസിദ്ധീകരണം പുറത്തിറക്കിയിരുന്നു. കലാകൗമുദിയുടെ ട്രയൽ എന്ന് പറഞ്ഞ മാസിക. അതിനെ ആഴ്ചപ്പതിപ്പാവും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ അതില് ഒരു ദിവസം അതിന്റെ പുറം കവറിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നു, എങ്ങനെ ചൂട്ട് അടുത്ത ലക്കം മുതൽ വരുന്നുണ്ട് എന്നാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ആ കാലഘട്ടത്തില് ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാർക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളിൽ ഏറ്റവും വലിയ പ്രോത്സാഹനങ്ങളിൽ ഒന്നായിരുന്നു ഈ ട്രയൽ മാസിക ചെയ്തിരുന്നത്. എന്റെ തന്നെ ഒരുപാട് കഥകളും നോവലിറ്റുകളും ആ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുണ്ട്. അത് അവര് ചെയ്യുന്നത് വളരെ വളരെ എന്താ പറയാ ആഘോഷപൂർവ്വം തന്നെയാണ് ചെയ്യുന്നത്. നോവലിറ്റ് വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് ഒരു ഫുൾ പേജിലാണ് നമ്മുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ അടുത്ത ലക്കം മുതൽ ഇദ്ദേഹത്തിന്റെ ഒരു നോവലിറ്റ് വരുന്നുണ്ട്. അതിലൊരു ചെറിയ കഥാസാരാംശവും കൊടുത്തുകൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അവർ അവലംബിച്ചിരുന്നത്. ചൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ഗ്രാമത്തിന്റെ അതില് താമസിക്കുന്ന ആളുകളുടെ ഒരു എന്താ പറയാ ചരിത്ര അംശം കലർത്തിയിട്ട് എഴുതിയിട്ടുള്ള എന്റെ അനുഭവങ്ങളിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്ന ആളുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എഴുതിയിരുന്ന ഒരു നോവലിറ്റാണ് അത്. അതിപ്പോ എഴുതാനിരുന്നത് ഇങ്ങനെ എഴുതി ചിലപ്പോ വഴിതെറ്റിയൊക്കെ പോയി പിന്നെ തിരിച്ചു വന്ന് പിന്നെ പക്ഷെ കഥാപാത്രങ്ങളിലൊക്കെ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. ഇന്ന കഥാപാത്രങ്ങൾ ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചൂട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് പലരും പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള ഒക്കെ ഇത് എന്റെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ കത്തുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരിട്ട് വരുന്ന കത്തുകൾ, അല്ലാതെ ആശുപത്രി വന്നിട്ട് തിരിച്ച് നമുക്ക് അയച്ചു തരുന്ന തരത്തിലുള്ള കത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു എന്താ പറയാ സന്തോഷം തന്നിരുന്ന അനുഭവങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഓർത്തു വയ്ക്കുന്നുണ്ട്. ചൂട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകൾക്ക് കൂടുതൽ രസിച്ചിട്ടുണ്ടായിരിക്കും. കാരണം വെച്ചാൽ ആ ഭാഗത്തുള്ള കുറെ അനുഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ നോവലേറ്റിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പരിചയമുള്ള ഒരുപാട് പേർക്ക് പല കഥാപാത്രങ്ങളെയും റിലേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു കാലഘട്ടമായിരുന്നു.